ഹലോ ഗെയ്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു മാഗി നൂഡിൽസാണ്. സൺഡേ സ്പെഷ്യൽ ഈവനിങ് ഫുഡാണ്. ഒരു മാഗി നൂഡിൽസാണ്. കുഞ്ഞു കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മാഗി. പിന്നെ ഇത് എന്താ പറയുന്നത്, കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 4 മണി ഫുഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് മാഗി നൂഡിൽസ്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് മാഗി. ഇങ്ങനെ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ നൂഡിൽസ് ആക്കി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്ക് ആകുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് ആയിരിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഈവനിങ്ങിന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസാണ് മാഗി നൂഡിൽസ്. വീഡിയോയിലോട്ട് കിടക്കാം. ഗ്യാസ് കത്തിച്ചു, ഒരു പാൻ അടുപ്പത്ത് വെച്ചു, ഗ്യാസിൽ വെച്ചു. ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാവാനായിട്ട് ടൈം കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് മാഗി 2 3 ഒന്ന് പൊടിച്ചിടുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 പാക്കറ്റാണ്. ഫാമിലി പാക്കറ്റിൻ്റെ മാഗി പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ച് ഇത് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഇതിനായിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, നമുക്ക് മാഗി വെന്താണെന്ന് നോക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് തണുക്കാൻ വേണ്ടി വയ്ക്കാം.
നമുക്ക് മാഗി ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ ഇടയിലോട്ടൊരു പാത്രം കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ മാഗി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ നമുക്ക് പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടാകാൻ വേണ്ടി ടൈം കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. കുറച്ച് ടൈം നമുക്ക് ഓയിലൊന്ന് ചൂടാകാൻ വേണ്ടി കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് നമുക്ക് മാഗി മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി വാങ്ങിക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ മാഗി മസാലപ്പൊടി കാണും. ഞാനിവിടെ 4 മാഗിക്ക് 4 കവറ് മസാലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് വേവിക്കാനായിട്ട് ടൈം കൊടുക്കാം.
അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് 4 എഗ്ഗ് പൊട്ടിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. കൂട്ടെല്ലാം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എഗ്ഗ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എഗ്ഗിൻ്റെ വൈറ്റും യെല്ലോയും എടുത്തിട്ടുണ്ട്. എഗ്ഗിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ കൂട്ടൊക്കെ നന്നായിട്ട് വറ്റിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കൂട്ടും എഗ്ഗും ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മാഗി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് പുരട്ടിയെടുക്കാം. മസാലക്കൂട്ടും മാഗി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം.
അങ്ങനെ നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട് മാഗി നൂഡിൽസ്. അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ നല്ലൊരു മാഗി നൂഡിൽസ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ മാഗി നൂഡിൽസ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മാഗി ഭയങ്കര ഇഷ്ടമായിരുന്നു. മാഗി എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡും കൂടെയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.